ശബരിമല സ്ത്രീ പ്രവേശന വിധിയിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം തെറ്റാണെന്ന് ഒരു കോടതിക്ക് എങ്ങനെ പറയാനാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അമൽ അസിത, ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികളെ പിന്തുണച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇന്ന് വാദങ്ങൾ ഉന്നയിച്ചത്. അതിൽ പ്രധാനമായിട്ട് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് ഈ അവസാന ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമലയിൽ ഒരു ലിംഗവിവേചനം ഇല്ല. കാരണം അവിടെ 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുമുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട് എന്ന കാര്യം ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. എന്നാൽ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് ചില ആചാരപരമായിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില വ്യത്യാസമുണ്ട്. അതിന്റെ കാരണം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ഏക ക്ഷേത്രം ശബരിമലയാണ് എന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുകയാണ്. അവിടുത്തെ പ്രതിഷ്ഠയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ആണ് ഈ ഭക്തർ അവിടെ പോകുമ്പോൾ ഈ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കേണ്ടി വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ദേവസ്വം ബോർഡ് വിശദീകരിക്കുകയാണ്. എന്നാൽ ഈ 10 വയസ്സിന് മുകളിലും ഈ 50 വയസ്സിന് താഴെയും വരുന്ന സ്ത്രീകൾക്ക് മറ്റ് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ, അയ്യപ്പ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ കഴിയും എന്ന കാര്യം ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട്. എന്നാലും ഇന്ന് വാദങ്ങൾക്കിടയിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നിരീക്ഷണം അത് ചീഫ് ജസ്റ്റിസാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഈ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു വിശ്വാസം തെറ്റാണെന്നൊരു കോടതിക്ക് എങ്ങനെ പറയാനാകും, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തേക്ക് ഇപ്പോൾ വാദം കോടതിയിൽ പൂർത്തിയായിരിക്കുകയാണ്. നാളെ വീണ്ടും ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്ന വാദം തുടരും.